ബീട്രൂട്ട് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീലോ നോൺ സ്റ്റിക്കോ യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും അലുമിനിയത്തിൻ്റെ പാത്രം ഉപയോഗിക്കാൻ പാടില്ല. കാരണം വിനാഗിരി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അലുമിനിയമായിട്ടുള്ള റിയാക്ഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും അലുമിനിയം യൂസ് ചെയ്യാൻ പാടില്ല. ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം കായവും ഇടാം, അല്ലെങ്കിൽ കായപ്പൊടി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് എരിവ് വേണ്ടു, കുട്ടികൾക്കൊക്കെ കൊടുക്കണോണ്ട് കുറച്ച് എരിവ് മതി. നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. അച്ചാർ പൗഡർ ഇടേണ്ടവർക്ക് അച്ചാർ പൗഡർ ഇടാം. പക്ഷേ ഞാനിവിടെ അച്ചാർ പൗഡർ ഇട്ടിട്ടില്ല, അത്ര എരിവ് മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട്. ബീട്രൂട്ട് വേവുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കാറുള്ളൂ, കാരണം കുട്ടികളൊക്കെ കഴിക്കണമുണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഈർപ്പമുള്ള സ്പൂൺ ഉപയോഗിക്കാണ്ടിരിക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്